Hi guys, welcome back to EduPod. നിങ്ങളുടെ CUT എക്സാംസ് കഴിഞ്ഞു, പ്രൊവിഷണൽ ആൻസർ കീ നിങ്ങൾ കണ്ടു. ആൻസർ കീയിൽ ഈ ആൻസർ കീ ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഇതല്ലല്ലോ റൈറ്റ് ആൻസർ, ഇവിടെ NTA എന്തോ തെറ്റുപറ്റിയാണ്, അല്ലെങ്കിൽ ഇവിടെ ചില മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനൊരു അവസരം എല്ലാ വർഷവും NTA ഒരുക്കാറുണ്ട്. അതുപോലെ ഈ വർഷത്തെ CUT എക്സാംസിൻ്റെ ആൻസർ കീ ചാലഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. വളരെ ചെറിയ സമയം നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അതായത് ഈ വരുന്ന ജൂലൈ 9, അതായത് നാളെ വൈകിട്ട് 5 മണിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ആൻസർ കീ ചാലഞ്ച് നിങ്ങൾക്ക്, അതായത് നിങ്ങളുടെ ആൻസർ കീ അല്ലെങ്കിൽ ഈ ഉത്തരത്തിൽ ചില മിസ്റ്റേക്ക് ഉണ്ട്, അതിൽ ഞാൻ ചാലഞ്ച് ചെയ്യുക എന്ന രീതിയിൽ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിലൊരു എഡിറ്റ് വരുത്താൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. എഡിറ്റ് വരുത്തുക, അത് കൃത്യമായ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ അത്രയും ഓക്കെ ആണെങ്കിൽ ആൻസർ കീയിൽ മാറ്റം വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ നൽകിയ ആൻസർ കീയെ അല്ലെങ്കിൽ അവർ നൽകിയ ആൻസർ കീ നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചാലഞ്ച് നടത്താൻ വേണ്ടി സാധിക്കുക? പ്രധാനമായും 2 രീതിയിലാണ് അല്ലേ, എക്സാം നടത്തിയ 2 രീതിയിലാണ്. അതായത് ഓൺലൈനായിട്ടും എക്സാം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ട്, അല്ലാതെ നമ്മൾ ഓഫ്ലൈനായിട്ടും എക്സാം എഴുതിയിട്ടുണ്ട് അല്ലേ. വളരെ കുറച്ച് എക്സാംസ് മാത്രമേ ഓൺലൈനായിട്ട് ചെയ്തുള്ളൂ, ബാക്കി മെജോറിറ്റി പ്രധാനപ്പെട്ട മെയിൻ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഓഫ്ലൈനായിട്ടാണ് നമ്മൾ എക്സാം എഴുതി അല്ലേ. അപ്പോൾ എങ്ങനെയാണ് 2 രീതിയിൽ നമുക്ക് ആൻസർ കീ ചാലഞ്ച് ആണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നോക്കൂ, ആൻസർ കീ ബൈ പേയിങ് എ നോൺ റീഫണ്ടബിൾ പ്രോസസിംഗ് ഓഫ് ഫീ ₹200 പെർ ആൻസർ ചാലഞ്ചിന്. ഒരു പേപ്പറിനല്ല കേട്ടോ, ഒരു ആൻസർ നിങ്ങൾ ഏത് ആൻസർ കീയാണ് നിങ്ങൾ ചാലഞ്ച് ചെയ്യുന്നത്, ആ ആൻസർ കീയിൽ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ബൈ ഈച്ച് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ₹200 അതിനെന്ത് ചെയ്യുക, അതിന് ഫീസായി കണക്കാക്കുക. അപ്പോൾ ഒരു 10 ചോദ്യം നിങ്ങൾ ചാലഞ്ച് ചെയ്യണമെങ്കിൽ ഏകദേശം ₹2000 വേണമല്ലേ. അപ്പോൾ കൃത്യമായി നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. റെഡി. അത് മാത്രമല്ല ഇത് നോൺ റീഫണ്ടബിൾ ആണ്. പണ്ടൊക്കെ നമ്മൾ റീവാലുവേഷൻ കൊടുക്കുമ്പോൾ ആ പൈസ നമുക്ക് എന്ത് തിരിച്ചു കിട്ടില്ല. ഓക്കെ, ഇനി നിങ്ങൾ പ്രൊസീജിയർ ഫോർ ചാലഞ്ച് ഓൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, നിങ്ങൾ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലൂടെയാണ് നിങ്ങൾ എക്സാം എഴുതിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, എക്സാംസ് NTA അല്ലെങ്കിൽ CUT വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നേരെ ഇങ്ങനത്തെ ഒരു ക്ലിക്ക് ചെയ്യുക, ആൻസർ കീ ചാലഞ്ച് എന്നുള്ളൊരു ഇത് കാണുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇങ്ങനത്തെ ഒരു വിൻഡോയിലേക്ക് പോവുക. അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ ഈ ഒരു കോഡും കൂടി സെർച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി സ്റ്റേജിലേക്ക് കടക്കാം. അവിടെ എന്ത് ചെയ്യാം, വ്യൂ ചാലഞ്ച് ആൻസർ കീ ബട്ടൺ, അവിടെ എന്ത് ചെയ്യാം, നമ്മൾ ക്ലിക്ക് ചെയ്ത സാധനമാണ്. അവിടെ നിങ്ങൾക്ക് അതൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് സാധിക്കും, അതേപോലെ ഒരുപാട് എക്സാംസിൻ്റെ ആൻസർ കീ കാണാൻ വേണ്ടി സാധിക്കും. ആ ആൻസർ കീൻ്റെ നേരെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C 4 കാണാം. അതിൽ നിങ്ങൾ ഏതാണോ ചാലഞ്ച് ചെയ്യുന്നത് അതിന് നേരെ ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ചാലഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. യു മേ വാണ്ട് ടു അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഇൻ വിച്ച് യു ക്യാൻ സെലക്ട് ചൂസ് ഫയൽ ആൻഡ് അപ്ലോഡ് ഓൾ ഡോക്യുമെന്റ്സ് ആർ ടു ബി പുട്ട് ഇൻ എ സിംഗിൾ PDF. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, ഇത് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ആൻസറിന് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അത് ടിക്ക് ചെയ്യുന്നു, അവിടെ ടിക്ക് ചെയ്യുന്നു. അപ്പോൾ ചുമ്മാ ടിക്ക് ചെയ്താൽ പോലെ കൃത്യമായി നിങ്ങൾ നൽകിയ കാര്യങ്ങൾ എന്താണ് അതിൻ്റെ പ്രൂഫ് നിങ്ങൾ കാണിക്കും. ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ജേണലിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും വെബ്സൈറ്റിലോ, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിരിക്കണം കേട്ടോ, ഓതറൈസ്ഡ് എവിടെയെങ്കിലും കണ്ട കാര്യമാണ്. അതിൻ്റെ ഒരു എന്ത് ചെയ്യുക, ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കറക്റ്റായ ആൻസർ എനിക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര പേജ് നമ്പറിൽ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു, അത് കാണിക്കുന്ന കൃത്യമായ ഡോക്യുമെൻറ്റ് അതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. റെഡി. അതൊക്കെ കഴിഞ്ഞ അവസാനം നിങ്ങൾ ഫൈനൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം സേവ് ആൻഡ് ക്ലെയിം ആൻഡ് പേ ഫീ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ പേയ്മെൻറ്റ് അടിക്കാൻ സാധിക്കും. പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായ രീതിയിൽ നിങ്ങളുടെ ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിന് കൃത്യമായ എന്ത് ചെയ്യണം, ഫയൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് കാണിക്കുന്ന സാധനം പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. റെഡി. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈൻ ചെയ്യേണ്ട ആളുകൾ, അതായത് ഓൺലൈൻ പരീക്ഷ എഴുതിയ എക്സാംസിനാണെങ്കിൽ ഇങ്ങനെ. ഇനി നിങ്ങൾ ഓഫ്ലൈനാണ് എഴുതിയെങ്കിൽ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ എവിടെ കയറുക, നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ കയറുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഫ് യു വാണ്ട് ടു ചാലഞ്ച് എനി ക്വസ്റ്റ്യൻ ദാറ്റ് സബ്ജക്ട് യു നീഡ് ടു ക്ലിക്ക് ദ ചാലഞ്ച് ആൻസർ കീ. ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾ ഓഫ്ലൈനായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതിൽ ചാലഞ്ച് ആൻസർ കീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മൾ നേരത്തെ കണ്ട പോലെ അതേ വിൻഡോ തന്നെ വരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ അല്ലെങ്കിൽ ഏത് ആൻസർ കീയിനാണോ നിങ്ങൾ ചാലഞ്ച് ചെയ്യുക അതിന് നേരെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റൈറ്റ് ആൻസർ എന്താണെന്ന് നിങ്ങൾ നോക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. റെഡി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും അവസാനം എന്താണ്, ക്ലെയിം ആൻഡ് സേവ് യുവർ ക്ലെയിം ആൻഡ് പേ ദ ഫീ ഫൈനലി. ഏറ്റവും അവസാനമായിട്ട് എന്ത് ചെയ്യുക, പൈസ അടച്ച് ഈ ചാലഞ്ചിൻ്റെ ഭാഗമാവുക. ഇങ്ങനെയാണ് നമുക്ക് ആൻസർ കീ ചാലഞ്ച് ചെയ്യാറുള്ളത്. വളരെ കൃത്യമായി നോക്കിയും കണ്ടും ചെയ്യേണ്ട കാര്യമാണ്. പല ആളുകളും അത്രയും ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട വല്ല സംശയങ്ങളും കാര്യങ്ങളും CUT-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് കൃത്യമായി റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്തൊരു CUT അപ്ഡേറ്റുമായി കാണാതെ താങ്ക് യു സോ മച്ച്. ബൈ.